ക്രേസി കപ്പിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ലോ ഓഫ് അട്രാക്ഷൻ സീരീസിന്റെ ഡേ 9 ആണ്. ഇന്നലെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ സാധിച്ചില്ല. അതില് എല്ലാവരോടും ക്ഷമ ചോദിച്ചുകൊണ്ടാണ് ഇന്ന് ഞാൻ വീഡിയോ തുടങ്ങുന്നത് കേട്ടോ. അപ്പോ ഡേ 9 നമ്മൾ ഇന്ന് പറയുന്ന ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് സ്ക്രിപ്റ്റിംഗ് മെത്തേഡ് ആണ്. എന്താണ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത്? നമ്മുടെ ജീവിതത്തിന്റെ കഥ, തിരക്കഥ ഇതെല്ലാം നമ്മൾ തന്നെ രചിച്ച് ആ എഴുതുന്നത് എന്തും യാഥാർത്ഥ്യമാക്കി തീർക്കുന്ന ഒരു ടെക്നിക്കാണ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത്. സ്ക്രിപ്റ്റിംഗ് ചെയ്യുമ്പോൾ തീർച്ചയായും അതിന്റെ ഒപ്പം വിഷ്വലൈസേഷനും കൂടി വരും കേട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു മെത്തേഡ് എല്ലാവർക്കും അറിയാവുന്നതും കേട്ടിട്ടുള്ളതും ആയിരിക്കും. എന്നാലും അത് എങ്ങനെ എഴുതണം, എങ്ങനെയാണത് ഡെയിലി നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്, അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് അതിന്റെ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു 2 ടിപ്പും കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. എനിക്ക് റിസൾട്ട് കിട്ടിയതാണ്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് അത് പറയുന്നത്. അപ്പൊ സ്ക്രിപ്റ്റിംഗ് മെത്തേഡ് എങ്ങനെ എഴുതേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ ഗോൾ ലിസ്റ്റിൽ എഴുതിയിരിക്കുന്ന ലക്ഷ്യങ്ങള് നിങ്ങൾ എല്ലാ ദിവസവും വായിച്ചു നോക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. അത് രാത്രി കിടന്നുറങ്ങാൻ പോകുന്നതിന് മുമ്പായിട്ട് ഒന്ന് വായിക്കുകയും നേടിയെടുത്തിട്ടുള്ള കാര്യങ്ങളാണ് എങ്കിൽ, ഇപ്പൊ ഇത്രയും ദിവസങ്ങളല്ലേ ആയിട്ടുള്ളൂ, നേടിയെടുത്തിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾ ടിക്ക് ചെയ്യുക, ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. ഇനി ബാക്കിയുള്ള കാര്യങ്ങളാണെങ്കിലും അത് നിങ്ങളിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു, അത് ലഭിച്ചുകൊണ്ടിരിക്കുന്നതിന് നന്ദി എന്ന് പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ കിടന്നുറങ്ങേണ്ടത്. രാവിലെ ആവുമ്പോഴും അതുപോലെ തന്നെ. അപ്പൊ ആ ഗോൾ ലിസ്റ്റിൽ നിന്നും നമുക്ക് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത് ഫ്യൂച്ചർ ഓറിയന്റഡ് ആണ്, ഭാവിയിലേക്കുള്ള കാര്യമാണ്. ആ ഭാവി എന്ന് പറയുന്നത് 2 വർഷമാകാം, 3 വർഷമാകാം, മാക്സിമം 5 വർഷം വരെ എടുക്കാവുള്ളൂ. അതായത് 2025 തന്നെ നേടിയെടുക്കേണ്ടതായിട്ടുള്ള നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ഉണ്ടാകാം. നിയർ ബൈ ഫ്യൂച്ചർ, തൊട്ടടുത്ത വർഷങ്ങളിൽ നിങ്ങൾക്ക് നേടിയെടുക്കേണ്ടതായിട്ടുള്ള പ്ലാനുകളും ചിലപ്പോൾ നിങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടാകാം. നമ്മൾ എഴുതുന്നത് 2025 ഗോൾ ലിസ്റ്റ് ആണെങ്കിൽ പോലും, ഉദാഹരണത്തിന് വീട്, വാഹനം, വിവാഹം തുടങ്ങിയ കാര്യങ്ങളാണെങ്കിൽ അത് ഒരു പക്ഷേ 25 അല്ലെങ്കിൽ 26 നമ്മൾ പ്രതീക്ഷിക്കുന്ന അങ്ങനെയുള്ള രീതിയിലാകാം. ഒരു കമ്പനി അല്ലെങ്കിൽ ഇപ്പൊ എന്ത് സ്ഥാപനങ്ങളാണെങ്കിലും ഉണ്ടല്ലോ, എപ്പോഴും ഒരു 5 ഇയർ പ്ലാൻ അല്ലെ, ഒരു സ്ഥാപനത്തിന്റെ വളർച്ച അല്ലെങ്കിൽ അവരുടെ ഒരു ഫ്യൂച്ചർ പ്രോസ്പെക്ട്സ് നമ്മൾ എങ്ങനെ വിലയിരുത്തുക, അവരുടെ കഴിഞ്ഞ 5 വർഷങ്ങളിൽ അവരുടെ ഒരു ട്രാക്ക് റെക്കോർഡ് എങ്ങനെയായിരുന്നു, അതിന്റെ ഡേറ്റയൊക്കെ പരിശോധിച്ചുകൊണ്ടല്ലേ. അപ്പൊ എപ്പോഴും നമുക്ക് ഒരു 5 വർഷത്തിനുള്ളിൽ ഉള്ള കാര്യങ്ങളാണ് നമ്മളെ ഒരു ഡിസിഷൻ എടുക്കാനും നമ്മുടെ ഭാവി എങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മൾ നോക്കിക്കാണുന്ന കാര്യം. ഇവിടെ ഇപ്പോ 5 വർഷം എന്നൊന്നും ഞാൻ പറയുന്നില്ല, എങ്കിലും ഒരു 3 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് നടക്കേണ്ടതായിട്ടുള്ള നിങ്ങളുടെ പ്ലാനുകളെല്ലാം നിങ്ങൾ നോക്കിക്കാണുക. അതായത് ഉടനെ തൊട്ടടുത്ത ഭാവിയിൽ നിങ്ങൾക്ക് നടക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് ഗോൾ ലിസ്റ്റിൽ നോക്കുക. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി എന്താ ചെയ്യേണ്ടത്? അതിൽ നിന്നും ഒരു 3 കാര്യങ്ങൾ, ഓക്കെ, 3 കാര്യങ്ങൾ, 5 എണ്ണം വരെ എടുക്കാന്ന് പറയുന്നുണ്ട്, പക്ഷെ അത്ര തന്നെ വേണ്ട. തുടക്കത്തിൽ നമുക്ക് അതിൽ നിന്നും ഒരു 3 കാര്യങ്ങളെ നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഈ 3 കാര്യങ്ങൾ എന്ന് പറയുന്നതിനെ നമുക്കിനി എന്താ ചെയ്യേണ്ടത്? സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു ബുക്കിലാണ് എഴുതേണ്ടത്. അപ്പൊ അതിനായിട്ട് നിങ്ങൾ ഒരു സെപ്പറേറ്റ് ബുക്ക് വാങ്ങിച്ചോളൂ കേട്ടോ. ഇപ്പൊ ഉള്ളതിൽ അതില്ലല്ലോ. നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ്, ഞാൻ അന്ന് പറഞ്ഞതിൽ ഗോൾ ലിസ്റ്റിനായിട്ടും ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അഫർമേഷൻ ആയിട്ടുള്ള ബുക്കുമായിരിക്കും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുക. ഒരു ചെറിയൊരു നോട്ട്ബുക്ക് അല്ലെങ്കിൽ ഒരു 200 പേജിന്റെ ബുക്കോ ഡയറിയോ എന്താണെന്ന് വെച്ചാൽ അത് എടുത്ത് വെച്ചിട്ട് നിങ്ങളുടെ ഫ്രീ ടൈം, എപ്പോഴാണോ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടൊരു ടൈം കിട്ടുന്നത് ആ ഒരു സമയത്ത് നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ മനസ്സ് സ്വസ്ഥമാകുന്ന ഒരു സമയമാണ് ഏറ്റവും പ്രധാനം. അല്ലാതെ ഞാനിപ്പോ ഒരു ടൈം പറഞ്ഞു എന്ന് കരുതിക്കൊണ്ട് ആ സമയത്ത് നിങ്ങൾ ഫ്രീ ആവണമെന്നില്ല അല്ലെ. നിങ്ങൾ ഫ്രീ ആവുന്ന ഒരു സമയത്ത് ഞാൻ ഫ്രീ ആവണമെന്നില്ല. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും ഒരു ഫ്രീ ടൈം ഉണ്ടാകും, സ്വസ്ഥമായി ഉള്ള ഒരു ടൈം. ആ സമയത്ത് നിങ്ങളുടെ കയ്യിലുള്ള ഡയറി അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പുതിയ ബുക്ക് ഉണ്ടല്ലോ, ആ ഒരു പുതിയ ബുക്കിൽ എന്ത് ചെയ്യുക? ഇപ്പൊ 3 കാര്യങ്ങളാണെങ്കിൽ ഞാൻ ഉദാഹരണത്തിന് പറഞ്ഞോട്ടെ. ഇപ്പൊ ഞാനാണെങ്കിൽ എഴുതുന്ന ഒരു രീതിയെ കുറിച്ചാണ് പറയുന്നത്, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അത് എഴുതാം കേട്ടോ. ഇപ്പോ ഭാവിയിൽ ഇത് നടക്കേണ്ട, ഫോർ എക്സാമ്പിൾ വീട് എന്നുള്ളതാണ് എങ്കിൽ, ഇപ്പൊ ഞാൻ അതിനകത്ത് കുറിക്കുകയാണ് 2026 ജാനുവരി 15. അപ്പൊ ഞാൻ 15/1/2026 ഡേറ്റ് ഇട്ടു.
എന്തിനാണ് ഡേറ്റ് കൊടുക്കുന്നത്? നമുക്ക് എന്ത് കാര്യവും നേടിയെടുക്കാൻ ഒരു ടൈം ബോണ്ട് വേണം, ഒരു സമയപരിധി വേണം, അല്ലെങ്കിൽ അത് അനന്തമായിട്ടങ്ങ് പോകും, ഏതെങ്കിലും ഒരു കാലത്ത് കിട്ടിയേക്കാം അല്ലെ. അപ്പൊ നമുക്ക് നടക്കേണ്ടതായ ഒരു സമയം കൂടി നമ്മൾ അവിടെ കൊടുക്കുകയാണ്. ആ സമയത്ത് അത് നടന്നു കഴിഞ്ഞു, ആ രീതിയിൽ ഫീൽ ചെയ്തുകൊണ്ട് എഴുതുകയാണ്. അപ്പൊ ഞാൻ ഡേറ്റ് കൊടുക്കുകയാണ് 15/1/2026. ഇതൊരു ഉദാഹരണം മാത്രമാണ് കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടേതായ കാര്യങ്ങൾ ഏത് ഡേറ്റിൽ നടക്കണോ അങ്ങനെ ഇട്ട് ചെയ്യാം. എന്നിട്ട് ഞാൻ അവിടെ സബ്ജക്റ്റ് കൊടുത്തു, ഹെഡിങ് ആയിട്ട്. സബ്ജക്റ്റ് എന്ന് പറയുന്നത് എൻ്റെ സ്വപ്ന ഭവനം, ഞങ്ങളുടെ സ്വപ്ന വീട്. ഓക്കെ, ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ ഡ്രീം ഹോം, അതാണ് സബ്ജക്റ്റ്. ഇനി ആ ഡ്രീം ഹോം ആണെങ്കിൽ അതിന് ഓട്ടോമാറ്റിക്കലി നമ്മളുടെ മനസ്സിൽ ഒരു പേര് നമ്മൾ അതിനകത്ത് സങ്കല്പിച്ചു കൊടുക്കും അല്ലെ. സ്വന്തമായിട്ടൊരു വീട് എന്ന് പറയുന്ന ഒരു സ്വപ്നം കാണുമ്പോൾ അതിനൊരു പേരും ഉണ്ടാവും, ആ പേരും അതിനകത്ത് കൊടുത്തു. ഇനി ഞാൻ എഴുതാൻ പോകുന്നത്, ഇത് നടന്നു കഴിഞ്ഞല്ലോ, 2026 ജാനുവരി 15-ാം തീയതിയാണ് ഞാൻ ഇപ്പോ ഇരിക്കുന്നത്. ഞാൻ എൻ്റെ പുതിയ വീട്ടിലാണ് ഇരിക്കുന്നത്. അങ്ങനെ ഞാൻ ഒരു കഥ പോലെ അത് എഴുതുകയാണ്. ഇന്ന് എൻ്റെ വീടിന്റെ പാലുകാച്ചലായിരുന്നു. രാവിലെ 7:30 പാല് കാച്ചുന്നതിന്റെ മുഹൂർത്തം. പാല് കാച്ചി ക്ഷണിക്കപ്പെട്ട അതിഥികൾ എല്ലാവരും തന്നെ, ബന്ധുക്കള്, സുഹൃത്തുക്കള് എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഓരോരുത്തരും നമ്മുടെ മതാചാരപ്രകാരമുള്ള കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഹിന്ദുക്കളൊക്കെ ആണെങ്കിൽ എന്തായാലും ഗണപതി ഹോമം, ഭഗവതി സേവ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അടുത്ത ക്രിസ്ത്യൻസ് വെഞ്ചിരിപ്പ്, പള്ളിയിൽ നിന്ന് അച്ഛൻ വന്ന് വീട് വെഞ്ചിരിക്കുന്നത്, ഇതൊക്കെ അതിനകത്ത് എഴുതി ചേർക്കാം. ഈവൻ അന്ന് നമ്മൾ ധരിച്ചിരുന്ന വസ്ത്രം പോലും ഇപ്പൊ അതിനകത്ത് എഴുതുകയാണ്. ഞാൻ അന്ന് നല്ല കസവ് സെറ്റ് സാരിയും നല്ല ഗ്രീൻ കളർ ബ്ലൗസും അതിന്റെ ഓർണമെന്റ്സ് മാച്ചിങ് ആയിട്ടുള്ളത്, അതൊക്കെയായിരുന്നു എന്റെ വേഷം. ഭർത്താവും കുട്ടികളും അതിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള പച്ച ജുബ്ബ, അതുപോലെ മുണ്ട്, ഇതായിരുന്നു അവരുടെ വേഷം. എന്നിട്ട് ഓരോ കാര്യങ്ങളും അങ്ങനെ എഴുതി വെക്കുകയാണ്. അപ്പൊ നമ്മളുടെ മനസ്സിലേക്ക് അത് എഴുതുമ്പോ എന്താണെന്നറിയോ, നമ്മളതിങ്ങനെ ഭാവനയിൽ കാണും, വിഷ്വലൈസ് ചെയ്യും. ആ ഒരു സന്തോഷത്തോടു കൂടി ഒരു കഥ എഴുതുന്ന പോലെ അങ്ങ് എഴുതി വെക്കുകയാണ്. ഇതാണ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത്. അന്നത്തെ ദിവസത്തെ ഭക്ഷണം, ഉച്ചയ്ക്ക് സദ്യ ആണെങ്കിൽ അത്, ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കുന്നു. അതിന്റെ പായസം എന്തായിരുന്നു എന്നുള്ളത്. ഇനി വൈകിട്ട് ഞങ്ങൾ ഒരു പാർട്ടി ആയിട്ട് നടത്തിയിരുന്നു. ഇപ്പൊ കുറച്ചു മുമ്പ് ബന്ധുക്കളെല്ലാവരും സുഹൃത്തുക്കളും എല്ലാം പോയേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ മാത്രം. ആദ്യത്തെ ദിവസമാണ്, ആദ്യത്തെ ദിനമാണ് ഇന്ന് ഞങ്ങളുടെ പുതിയ വീടിന്റെ. ഞാനിപ്പോ എൻ്റെ വീടിന്റെ ഞങ്ങളുടെ ബെഡ്റൂമിൽ ഇരുന്നു കൊണ്ടാണ് ഈ ഒരു ഡയറി ഞാൻ എഴുതുന്നത് എന്നൊക്കെ പറഞ്ഞങ്ങ് എഴുതി പോവാണ്. ഇതെല്ലാം എഴുതി. അപ്പൊ ഒരു കാര്യമായല്ലോ വീട് എന്നുള്ളത്. ഇനി വാഹനമാണെങ്കിൽ വാഹനം, ഒരു ഡേറ്റ് കൊടുക്കുന്നു. ഏതാണ് വാഹനം? കാറാണെങ്കിൽ കാറിന്റെ പേര്, ഇന്ന കമ്പനിയുടെ ഇന്ന വാഹനം, അത് നമ്മൾ കൊടുക്കുന്നു. അതിനുശേഷം അത് വാങ്ങിച്ചത്, അത് പൂജയ്ക്ക് കൊടുക്കുന്ന, അതിന്റെ താക്കോല് പൂജിക്കാൻ കൊടുക്കുന്നത്, വന്നത്, നമ്മൾ അതിൽ നടത്തിയ ആദ്യ യാത്ര. ഞങ്ങൾ അതില് ഫസ്റ്റ് ട്രിപ്പ് ഞങ്ങൾ പോയത് മൂന്നാർക്ക്, എന്തെങ്കിലും ഒരു കാര്യം മൂന്നാറിലേക്കായിരുന്നു. അവിടുത്തെ ഞങ്ങൾ ഇന്ന റിസോർട്ട് അല്ലെങ്കിൽ കോട്ടേജ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ റിസോർട്ടിൽ ഇരുന്നാണ് ഞാൻ ഇപ്പോ ഇത് എഴുതുന്നത്. ഇന്ന് ഞങ്ങൾ ആ കാറ് കൊണ്ട് പോയത്. അപ്പൊ പിന്നെ ആ കാറിനെ കുറിച്ച് വിശേഷിപ്പിക്കാം നിങ്ങൾക്ക്. ആ കാറിൽ ഞങ്ങൾ ഇരുന്നത്, ഞാൻ ഫ്രണ്ട് സീറ്റില്, ഹസ്ബൻഡ് കാർ ഓടിക്കുന്നു, കുട്ടികൾ പിന്നിൽ ഇരിക്കുന്നു. ആ കാറ് തുറക്കുമ്പോൾ അതിന്റെ ആ സ്മെല്ല്, പുതിയ സീറ്റ്, കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതെല്ലാം അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് വരും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് എഴുതുക. ജോലി എന്നുള്ളതാണെങ്കിൽ അത് ഞാൻ ഇന്നൊരു ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ട് അതിന്റെ ഇന്റർവ്യൂ കഴിഞ്ഞ് എൻ്റെ അടുത്ത് ഇന്ന ദിവസം ഡേറ്റ് ഇടുകയാണ്. ഇന്നാണ് എന്നോട് ജോയിൻ ചെയ്യാനായിട്ട് പറഞ്ഞത്. ഇന്ന് രാവിലെ ഇത്ര മണിയായപ്പോ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. നമ്മൾ ഇട്ടിരുന്ന ഡ്രസ്സ് ഉൾപ്പെടെ ഞാൻ ഇന്ന ഡ്രസ്സ് ഇട്ടിട്ടാണ്, ഇന്ന കളർ ഡ്രസ്സ് ഇട്ടിട്ടാണ് പോയത്. ചെന്നപ്പോ എല്ലാവരിൽ നിന്നും നല്ല അപ്രീസിയേഷൻ ആണ് കിട്ടിയത്. എല്ലാവരും നല്ല കൊളീഗ്സ് ആണ്, കൂടെയുള്ളവരൊക്കെ നല്ല ഹെൽപ്പിംഗ് മെന്റാലിറ്റി ആണ്. എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരാനും കൂടെ നിൽക്കാനും ഒക്കെ ഉള്ളതാണ്. അങ്ങനെ വൈകിട്ട് ഇത്ര മണിയായപ്പോൾ അവിടുന്ന് പഞ്ചൗട്ട് ചെയ്ത് നമ്മൾ ഇറങ്ങി. ആ ഇറങ്ങിയിട്ടുള്ള കാര്യങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്ന് കുളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞാനിപ്പോ ഈ ഒരു കാര്യം പറയുകയാണ്. ദൈവമേ നന്ദി. സ്ക്രിപ്റ്റിംഗ് എഴുതുമ്പോൾ ഉണ്ടല്ലോ, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോ അതിന്റെ കൂടെ മറക്കാതെ കൂട്ടിച്ചേർക്കേണ്ട ഒരു വാക്കാണ് നന്ദി എന്ന് പറയുന്നത്. മാജിക്കൽ വേർഡ് ആണത്. ഇതൊക്കെ നേടിയെടുത്തതിന്റെ ആ ഒരു സന്തോഷം, എനിക്കിത് പറയുമ്പോൾ പോലും ഉണ്ടല്ലോ, ആ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ നടന്നതിന്റെ ഒരു സന്തോഷം എന്റെ ഉള്ളിൽ വരുന്നുണ്ട്. അപ്പൊ എഴുതുമ്പോ എത്രത്തോളം ആയിരിക്കും എന്നുള്ളത് നിങ്ങളത് ഞാൻ പറയണ കേട്ടിട്ട് നിങ്ങൾ വേണ്ട, നിങ്ങൾ ട്രൈ ചെയ്ത് നിങ്ങൾക്ക് വിശ്വാസമായിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി.
അപ്പൊ അങ്ങനെ ഒന്ന് എഴുതി നോക്കുക. ഇത് ഒരു തവണ നമ്മൾ എഴുതുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രിപ്റ്റിംഗ് എഴുതുമ്പോൾ നമ്മൾ കഥ പോലെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഉണ്ടല്ലോ എസ്സേ പോലെ അങ്ങ് പോകും, ഇത് പേജുകൾ അങ്ങ് നീണ്ടങ്ങ് പോകും. അപ്പോൾ നമ്മൾ അത് എഴുതി കഴിഞ്ഞു. ഇപ്പൊ ക്ലിയർ ആയല്ലോ? ആഗ്രഹം സെലക്ട് ചെയ്തു, നമ്മളത് സ്ക്രിപ്റ്റിംഗ് ആയിട്ട് എഴുതി വെച്ചു. ഇനി എന്താ ചെയ്യണ്ടേ? ഒരു തവണ ഇത് എഴുതുമ്പോഴേക്കും നമ്മളുടെ മനസ്സിലേക്ക് അത് പതിയോന്ന് ചോദിച്ചാൽ അപ്പോൾ പതിഞ്ഞു. നാളെ രാവിലെ ആകുമ്പോൾ നമ്മളത് വിട്ടുപോകും. അത് സ്വാഭാവികമാണ്. നമ്മുടെ മനസ്സെന്ന് പറയുന്നുണ്ടല്ലോ, അതിനെ പറ്റിക്കാൻ വളരെ എളുപ്പമാണ്. എന്തതിനോട് പറയുന്നു അത് ഓക്കെയാണ്. ഒരു ചെറിയ കുട്ടിയുടെ അടുത്ത് വന്നിട്ട് നമ്മുടെ തൊട്ടടുത്ത വീടിന്റെ അടുത്തൊരു മാള് കാണിച്ചിട്ട് 2-3 വയസ്സായ കുട്ടിയോട് ഇതാണ് മോനെ അല്ലെങ്കിൽ മോളെ ലുലു മാള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഇനി ലുലു മാളിൽ പോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി ആ മാള് കാണുമ്പോൾ അതാണ് ലുലു മാള്. അത്രയും ചെറിയ കുട്ടിയെ നമ്മൾ പറഞ്ഞ് പറ്റിച്ചു കഴിഞ്ഞാൽ അതേപോലെയാണ് നമ്മുടെ മനസ്സും. എന്ത് കൊടുക്കുന്നോ അത് വിശ്വസിക്കും, പക്ഷെ പെട്ടെന്ന് മറന്നു പോകും. അപ്പൊ എന്താ ചെയ്യണ്ടേ? ഇത് തുടർച്ചയായിട്ട് നമ്മൾ ഒന്നുകിൽ ആഗ്രഹം നേടുന്നവരെ അല്ലെങ്കിൽ 21 ദിവസം നമ്മുടെ മനസ്സിനോട് ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കണം. എന്തുകൊണ്ടാ? ഇത് ഫ്യൂച്ചറിലേക്കുള്ളതാണ്. പക്ഷെ നമ്മൾ ആ ഫ്യൂച്ചറിൽ അത് നേടി കഴിഞ്ഞു എന്ന രീതിയിൽ അത് എനിക്ക് ഉണ്ട്, എനിക്കത് കിട്ടി എന്ന് നമ്മുടെ മനസ്സിന്റെ അടുത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. അപ്പൊ എല്ലാ ദിവസവും രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പും എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടും സ്ക്രിപ്റ്റിങ്ങിന്റെ ബുക്ക് കൂടി, ഗോൾ ലിസ്റ്റിന്റെ ഒപ്പം സ്ക്രിപ്റ്റിങ്ങിന്റെ ബുക്ക് എടുത്ത് വെച്ചിട്ട് നിങ്ങൾ അത് വായിക്കണം. വായിക്കാന്ന് വെച്ചാൽ ഉറക്കിയല്ല, നിങ്ങളുടെ മനസ്സിൽ അത് വായിച്ചാൽ മതി. സ്ക്രിപ്റ്റിങ്ങിന്റെ ബുക്കിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്നിട്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾ അങ്ങ് ഉറങ്ങുക. ഓക്കെ, നന്ദി പറഞ്ഞ് നിങ്ങൾ കിടന്നുറങ്ങുക. രാവിലെ ആവുമ്പോൾ ഇതുപോലെ തന്നെ എഴുന്നേറ്റിട്ട് ആ സ്ക്രിപ്റ്റിങ്ങിന്റെ ബുക്ക് എടുക്കുക, വായിക്കുക, ദൈവമേ നന്ദി എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ഒരു ദിവസം നിങ്ങൾ തുടങ്ങുക. മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ പെട്ടെന്ന് വിഷ്വലൈസേഷന് ഫലം കിട്ടും. എന്താണെന്നറിയോ? നമ്മുടെ മനസ്സ് പെട്ടെന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ഉള്ള ഒരു പവർ മെഡിറ്റേഷൻ ചെയ്യുന്നവർക്ക് കിട്ടും. ഇനി മെഡിറ്റേഷൻ ഒന്നും ചെയ്യാത്ത ആളുകൾക്ക് പോലും എഫക്റ്റീവ് ആകാൻ വേണ്ടിയിട്ടാണ് ഇത് രാത്രിയും രാവിലെയും ഇതേപോലെ ചെയ്യണം എന്ന് പറയുന്നത്. മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നവർക്ക് എനിക്ക് തോന്നുന്നു ഒരാഴ്ചയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അവരുടെ മനസ്സിൽ അത് പതിഞ്ഞു കഴിയും. പക്ഷെ അതല്ലാത്തവർക്ക് ഒരു 21 ദിവസം വരെ, ഇനി അല്ല എങ്കിൽ നിങ്ങളുടെ ആഗ്രഹം നേടുന്നവരെ, വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ലോ. രാത്രി കിടന്നുറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഫോൺ എടുത്ത് വാട്സപ്പിലും അല്ലെങ്കിൽ ഫേസ്ബുക്കിലും ഒക്കെ ആയിട്ട് നമ്മൾ സമയം, അല്ലെങ്കിൽ ഈ പറയുന്ന എന്തിനാ യൂട്യൂബ് പോലും നമ്മൾ രാത്രിയിൽ ചിലപ്പോൾ നമ്മൾ കണ്ടുകൊണ്ട് കിടക്കും അല്ലെ. അപ്പോ നിങ്ങളത് കാണുന്നതിലല്ല, അത് കണ്ടതിന് ശേഷം നമ്മുടെ എപ്പോഴും സ്ക്രീൻ ടൈം നമ്മൾ നിശ്ചയിക്കണം കേട്ടോ. രാത്രി കിടന്നുറങ്ങാൻ പോകുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് ഫോൺ നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കുകയാണ് ലോ ഓഫ് അട്രാക്ഷനിൽ ഏറ്റവും നല്ലത്. ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം യൂട്യൂബ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ ഒക്കെ ഉപയോഗം എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ചെകഞ്ഞ് പിടിച്ച് കണ്ട് അതിനൊരു ടൈം വെക്കുന്നു, അതവിടെ വെക്കുന്നു, നമ്മൾ നമ്മുടേതായ അടുത്ത കാര്യങ്ങളിലേക്ക് പോകണം. അല്ലാതെ ഒരു സമയവും നമ്മള് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ വേറൊന്നും ഇല്ലാതെ ഇങ്ങനെ ഇതിലേക്ക് പോകുമ്പോഴാണ് നമ്മുടെ മനസ്സിൽ അനാവശ്യമായ ചിന്തകൾ വന്നുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ എൻഗേജ്ഡ് ആവുക, മറ്റു പല കാര്യങ്ങളിലും നമ്മൾ എൻഗേജ്ഡ് ആവുക. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, ഇതേപോലെ പ്രാക്ടീസ് ചെയ്യുക ഡെയിലി. ഓക്കെ, ഇനി ഇത് പെട്ടെന്ന് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാനുള്ള 2 ടിപ്പ് ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞില്ലേ, അത് മറ്റൊന്നുമല്ല, ഇതിന്റെ ഒപ്പം തന്നെ, അതായത് ഈ എഴുതുന്ന ബുക്ക് ഞാൻ ചെയ്യുന്ന ഒരു രീതിയാട്ടോ പറയുന്നത്. ഈ എഴുതുന്ന ബുക്ക് നമ്മൾ കിടന്നുറങ്ങുന്ന തലയണയിലെ പില്ലോ, ആ പില്ലോയുടെ അടിയിൽ വെക്കുക. പില്ലോയുടെ അടിയിൽ എന്ന് പറഞ്ഞാൽ തലയണയുടെ അടിയിലല്ല, തലയണയുടെ കവറില്ലേ, പില്ലോ കവർ, ആ പില്ലോ കവറിന്റെ അടിയിലായിട്ട്. അതായത് തലയണയിൽ നമ്മൾ തല വെക്കുന്ന ഭാഗം തലയണയിൽ തന്നെ വരും. ആ തലയണയുടെ അടിഭാഗത്ത് ആ ബുക്ക് വെച്ചിട്ട്, അതായത് പില്ലോ കവറിന്റെ ഉള്ളിൽ തന്നെ അടിഭാഗത്ത് വെച്ചിട്ട് ആണ് ഞാൻ കിടന്നുറങ്ങുന്നത്. ഇത് പില്ലോ ടെക്നിക്കും കൂടിയാണ്. അപ്പൊ രണ്ടും കൂടെ, സ്ക്രിപ്റ്റിംഗ് പ്ലസ് പില്ലോ ടെക്നിക്കും കൂടെ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് മാനിഫെസ്റ്റ് ചെയ്യും. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതായത് ഈ പേപ്പറിൽ നമ്മൾ, അല്ലെങ്കിൽ നമ്മുടെ ബുക്കിൽ എഴുതിയിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഫിസിക്കൽ എനർജിയാ. വാക്കുകൾക്ക് അതിൻ്റെതായ എനർജി ഉണ്ട്. പോസിറ്റീവായിട്ടുള്ള അഫർമേഷനുകളും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുമാണ് നമ്മൾ എഴുതി വെച്ചിരിക്കുക, ബുക്കിൽ എഴുതി വെച്ചിരിക്കുക. അപ്പൊ ആ ഫിസിക്കൽ എനർജിയും നമ്മൾ രാത്രി ഇത് വായിച്ചതിന് ശേഷം നമ്മൾ വിഷ്വലൈസ് ചെയ്യുമ്പോഴത്തെ നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ശരീരത്തിൽ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ നിറയുമ്പോഴത്തെ ഒരു എനർജി ഇല്ലേ,
ഇത് രണ്ടും കൂടി കണക്ട് ചെയ്ത് നിൽക്കും. ഇത് രണ്ടും കൂടി കൂട്ടിമുട്ടിയിരിക്കുന്ന ഒരു സമയമാണ് ഈ രാത്രി മുഴുവനും. അപ്പൊ ആ ഫിസിക്കൽ എനർജി നമ്മുടെ തലയണയുടെ അടിയിലും നമ്മളുടെ ബ്രെയിൻ, നമ്മുടെ മനസ്സ്, ശരീരം മുഴുവനും വിഷ്വലൈസ് ചെയ്യുമ്പോഴത്തെ പോസിറ്റീവ് എനർജിയും കൂടി ആവുമ്പോൾ ഉണ്ടല്ലോ പെട്ടെന്ന് റിസൾട്ട് കിട്ടും. അപ്പൊ പില്ലോ ടെക്നിക്ക് പ്ലസ് സ്ക്രിപ്റ്റിങ്ങും കൂടി ആയി മാറും ഇത്. പിന്നെ രണ്ടാമത് ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഡയറി എഴുതുന്ന ശീലം ഉള്ളവരാണെങ്കിൽ, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ രാത്രിയിലും രാവിലെയും സ്ക്രിപ്റ്റിങ്ങിന്റെ ബുക്ക് വായിച്ച് വിഷ്വലൈസ് ചെയ്യുന്നത്, ആ വായിച്ച് വിഷ്വലൈസ് ചെയ്യുന്നതിന് ഒപ്പം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എല്ലാ ദിവസവും ഡയറി എഴുതുന്ന പോലെ ആ സ്ക്രിപ്റ്റിങ്ങിൽ നിന്ന് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പെട്ടെന്ന് നോട്ട് ചെയ്തിട്ട് നമുക്ക് പോകാം. ഉദാഹരണത്തിന് ഇപ്പൊ വീടിന്റെ കാര്യങ്ങളാണ് എഴുതി വെച്ചിരിക്കണമെങ്കിൽ, ഇന്ന് എന്റെ വീട്ടില് 2 ഗസ്റ്റ് വന്നു, അവർക്ക് ഞാൻ ഇങ്ങനെ ബിരിയാണി അല്ലെങ്കിൽ പായസം ഒക്കെ ഉണ്ടാക്കി കൊടുത്തു, അവർ നല്ല അഭിപ്രായം പറഞ്ഞു, അത് ഇന്ന് എഴുതി. നാളെ എഴുതുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയും ഇന്ന് വീട്ടിലേക്ക് പുതിയൊരു ഫർണിച്ചർ ഇത് വാങ്ങിച്ചിട്ട് അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു, ആ ഒരു കാര്യം എഴുതും. അടുത്ത ദിവസം ചിലപ്പോൾ ഞാൻ എഴുതും ഇന്ന് എന്റെ ഗാർഡൻ ഞാൻ അറേഞ്ച് ചെയ്തു, ഞങ്ങളുടെ പുതിയ വീട്ടിലെ ആ ഒരു ഗാർഡനിലേക്ക് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള പൂക്കള്, ഓക്കെ, അപ്പൊ അത് ആ ഒരു കാര്യങ്ങള്. അല്ലെങ്കിൽ ഇന്ന് എന്റെ വീട്ടിൽ പച്ചക്കറിത്തോട്ടം, അതിനുള്ള കാര്യങ്ങളായിരുന്നു, ഇന്ന് വിത്ത് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് അതൊക്കെ നട്ട് അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചാകാം. അങ്ങനെ ഓരോന്നും നമുക്ക് എന്ത് ചെയ്യാം, എഴുതി പോകാം. എന്താണ് വാഹനമാണെങ്കിൽ വാഹനത്തെ കുറിച്ച്, ഇന്ന് ഞങ്ങൾ ആ വാഹനത്തിൽ നടത്തിയ യാത്രയെ കുറിച്ചാകാം, അല്ലെങ്കിൽ ഇന്ന് അത് സർവീസിങ്ങിന് കൊടുത്ത ഡേറ്റ് ആയിരുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ കൊടുക്കാം. ജോലിയാണെങ്കിൽ ജോലിയുടെ കാര്യങ്ങൾ, ഇന്നെന്ന് സംഭവിച്ച കാര്യങ്ങൾ. അപ്പൊ അങ്ങനെ ഡയറി എഴുതുന്ന പോലെ ഓരോ ദിവസവും അതിൽ നിന്നുള്ള കാര്യങ്ങൾ പോയിന്റ് ആയിട്ട് നോട്ട് ചെയ്തിട്ട് താങ്ക് യു പറഞ്ഞിട്ട് കിടന്നുറങ്ങുകയോ ചെയ്യാം. ഈ 2 കാര്യങ്ങളും. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞതെന്ന് വെച്ചാൽ, എന്താണ് സ്ക്രിപ്റ്റിംഗ് മെത്തേഡ്, അതെങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്, ഇനി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാല് നമ്മള് അത് പെട്ടെന്ന് എഫക്റ്റീവ് ആക്കാനുള്ള 2 ടിപ്പ്. എല്ലാം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്ത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിച്ചോളൂ കേട്ടോ, ഞാൻ അതിന് റിപ്ലൈ ആയിട്ട് തരാം. അപ്പോ നമുക്ക് ഇനി അടുത്ത ഒരു മെത്തേഡുമായിട്ട് നാളെ വീഡിയോ ചെയ്യാം. 2-3 കാര്യങ്ങളോട്, ഒരുപാട് ടെക്നിക്കുകൾ പറഞ്ഞ് നിങ്ങളെ കൺഫ്യൂഷൻ ആക്കുന്നില്ല, 2-3 കാര്യങ്ങളും കൂടെ. ഇനിയിപ്പോ നമുക്ക് വിഷൻ ബോർഡ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്നുള്ളത്, അതുപോലെ എന്താണ് ഏഞ്ചൽ നമ്പർ. ഇനി ഞാൻ ഒറ്റ കാര്യം കൂടെ ഒന്ന് പറഞ്ഞിട്ട് വീഡിയോ കൺക്ലൂഡ് ചെയ്യാട്ടോ, മറ്റൊന്നല്ല വീഡിയോ ലെങ്ത് ആയി പോവും. നിങ്ങളിത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുമ്പോൾ നിങ്ങളെ പിന്നിൽ നിന്ന് വലിക്കാനും, നമുക്ക് പല പ്രതിസന്ധികള്, നെഗറ്റീവ് ഘട്ടങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരിക എന്നുള്ളത് സ്വാഭാവികമാണ്. 4-5 ദിവസങ്ങൾ മാത്രമേ ഇത് ചെയ്ത് പ്രാക്ടീസിലേക്ക് വന്നിട്ടുള്ളെങ്കിൽ പോലും ആ മാറ്റങ്ങൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാകണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ എന്തെങ്കിലും പ്രതിസന്ധികളോ നെഗറ്റീവ് സിറ്റുവേഷൻസോ വന്നേക്കാം. അത് സ്വാഭാവികമാണ്. ഇത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. അതിനെല്ലാം, അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നിങ്ങളുടെ പോസിറ്റിവിറ്റി വർദ്ധിച്ചിരിക്കുന്നു, നിങ്ങള് ഒരു വൈബ്രേഷൻ ഫ്രീക്വൻസി ഉയർന്നു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒട്ടും പുറകോട്ട് പോകരുത്. ഇതേ ഫ്രീക്വൻസിയിൽ നിങ്ങൾ മുമ്പോട്ട് തന്നെ പോവുക. ഉറപ്പായിട്ടും എല്ലാവരുടെ ആഗ്രഹങ്ങളും സാധിക്കും. ഓക്കെ, അപ്പോ നമുക്ക് നാളെ കാണാം. താങ്ക് യു.